നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിള്ളിമംഗലം മുതുവടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച 30ഓളം പേർക്ക് പരിക്ക്. ഇരു ബസുകളിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ 3 പേരുടെ പരിക്ക് ഗുരുതരം. അപകടം ഇന്നലെ വൈകിട്ട് 7 മണിയോടെ. വടക്കാഞ്ചേരിയിൽ മിനറൽ വാട്ടറുമായി പോവുകയായിരുന്ന ലോറി മറിഞ്ഞ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. BMS സ്ഥാപന ദിനം. ഷൊർണൂരിൽ പതാക ദിനം ആചരിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപന ദിന യോഗം. ശബരി ഗിരീശന് കൈലിയാടിന്റെ വാദ്യാർച്ചന. ശബരിമലയിൽ 1 ദശാബ്ദത്തിലേറെയായി പഞ്ചവാദ്യ സേവ നടത്തി കൈലിയാട് പഞ്ചവാദക സംഘം. ഇത്തവണ അരങ്ങേറിയത് 41 കലാകാരന്മാർ അണിനിരന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം. വാർത്തകൾ വിശദമായി. കിള്ളിമംഗലം ഉതുവടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച 30ഓളം പേർക്ക് പരിക്ക്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കിള്ളിമംഗലം കള്ളുഷാപ്പ് വളവിൽ വേറൊരു വണ്ടിയെ മറികടക്കുന്നതിനിടെ തിരുവല്ലോമലയിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇവിടുന്ന് തൃശ്ശൂർക്ക് പോണ വണ്ടി ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലായിരുന്നു. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ തിരുവല്ലാമലയിൽ നിന്ന് ഇവിടെയാണ് നമ്മുടെ ബസ് ചവിട്ടിട്ട് കിട്ടിയിട്ടില്ലേ തോന്നുന്നു. അപ്പോൾ ചെറിയൊരു ട്രെയിനിങ്ങുള്ള സ്ഥലമല്ല, വണ്ടിയൊന്നും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് KSRTC വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് വണ്ടി വരുന്നുണ്ട്, പുറകെല്ലാപ്പോഴേക്കും നേരിട്ട് വന്ന് ഇടി കഴിഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായത്. വലിയ വളവിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഡ്രൈവർമാർക്ക് കഴിഞ്ഞില്ല. അപകടത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവരെ ചേലക്കരയിലെയും വടക്കാഞ്ചേരിയിലെയും ആശുപത്രികളിലും ഗുരുതരമായി പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മുണ്ടൂർ സ്വദേശിയായ KSRTC ഡ്രൈവർ 46 വയസ്സുള്ള കൃഷ്ണകുമാർ, സ്വകാര്യ ബസ് ഡ്രൈവർ 46 വയസ്സുള്ള രാജൻ, കണ്ടക്ടർ 37 വയസ്സുള്ള പോളി എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാലിനും തലയ്ക്കും പരിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരിയിൽ മിനറൽ വാട്ടറുമായി പോവുകയായിരുന്ന ലോറി മറിഞ്ഞു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിനും അകമലയ്ക്കുമിടയിലായിരുന്നു അപകടം. ആളപായമില്ല. അകമല വളവിന് തൊട്ടുമുമ്പുള്ള ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി റോഡിനു കുറുകെ മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. BMS സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂരിൽ പതാക ദിനം ആചരിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ദിനാചരണ ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ പതാക ഉയർത്തി. 1955 ജൂലൈ 23 ആരംഭിച്ച തൊഴിലാളി സംഘടന 89 രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി മാറിയെന്നും 2000 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായെന്നും യോഗത്തെ അഭിസംബോധന ചെയ്ത ശശി ചോറോട്ടൂർ പറഞ്ഞു. മസ്ദൂർ സംഘം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് എല്ലാ വർഷവും 23-ാം തീയതി നമ്മൾ ഇതുപോലെ പതാക ദിനം ആചരിക്കാറുണ്ട്. BMSന്റെ പിറന്നാൾ ഉത്സവമായി തന്നെ ആഘോഷിച്ചു വരികയാണ് നമ്മൾ. അപ്പോൾ 70-ാം വാർഷികം കഴിഞ്ഞ 70-ാം വാർഷികം കഴിയുന്ന ഈ സമയത്ത് 71-ാമത്തെ വയസ്സിലേക്ക് നമുക്ക് കടക്കുകയാണ്. അപ്പോൾ 1955 രൂപീകരിച്ച നമ്മുടെ സംഘടന 1989 കാലഘട്ടമായപ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറുകയും തുടർന്നുള്ള പ്രവർത്തനത്തിൽ 2000 വർഷത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് മാറുവാനും നമുക്ക് സാധിച്ചു. അപ്പോൾ നമ്മുടെ സംഘടന യശസ്സ് ഉയർത്തുവാനും നമ്മുടെ സംഘടന ശക്തി വർദ്ധിപ്പിക്കാനും നിങ്ങൾ ഏവരും ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആദ്യമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജോബി അപ്സര അധ്യക്ഷത വഹിച്ചു. മനോജ് ഷൊർണൂർ, ഷാജി, സുനിൽ, സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. VSനോടുള്ള ആരാധനയിൽ കണ്ണേ കരളെ VSA മുദ്രാവാക്യം ആദ്യം വിളിച്ചത് മുണ്ടൂർ സ്വദേശി ജിജിൻ. VSന്റെ സ്മരണകൾ ഇന്നും മലമ്പുഴയിൽ ജ്വലിക്കുകയാണെന്ന് ജിജിൻ പറഞ്ഞു. ഞങ്ങളിലൂടെ 2006 VS അച്യുതാനന്ദൻ മലമ്പുഴയിലെത്തിയപ്പോഴാണ് മുണ്ടൂർ സ്വദേശിയായ ജിജിൻ കണ്ണേ കരളെ മുദ്രാവാക്യം മുഴക്കിയത്. മുത്തച്ഛൻ്റെ കഥ കേട്ടാണ് ജിജിൻ VSന്റെ ആരാധകനായത്. മാരാരിക്കുളത്തു നിന്ന് തട്ടകം മലമ്പുഴയിലേക്ക് മാറ്റിയ തെരഞ്ഞെടുപ്പ്
ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ VS അച്യുതാനന്ദനെ വരവേൽക്കാൻ എത്തിയപ്പോഴാണ് ആരാധനയും ആവേശവും ചേർത്തുവെച്ച മുദ്രാവാക്യം മുഷ്ടി ഉയർത്തി വിളിച്ചത്. പിന്നീട് ആ മുദ്രാവാക്യത്തിന് രൂപമാറ്റം വന്ന് കണ്ണേകരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവ് എന്നൊക്കെ ആയി മാറി. പക്ഷെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, മുത്തശ്ശൻ പറഞ്ഞ അറിവിൽ നിന്ന് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, കണ്ണേകരളെ VS പുന്നപ്പറയുടെ സമരസഖാവേ. കണ്ണേ കരളെ VS മലമ്പുഴ എന്നൊരു മണ്ണുണ്ടെങ്കിൽ VS ആണ് MLA എന്ന മുദ്രാവാക്യം ആയിരങ്ങൾ ഏറ്റുവിളിച്ചു. ഇതിനുശേഷം ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നും ഉൾപ്പെടെ പിന്നീട് മറ്റുള്ള പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ഇന്ന് ആ മുദ്രാവാക്യമാണ് അലയടിക്കുന്നതെന്നും അതിൽ സന്തോഷമുണ്ടെന്നും ജിതിൻ പറഞ്ഞു. ഏത് നീതികേട് എവിടെ കണ്ടാലും അതിനെതിരെ ശബ്ദിക്കാൻ ഇന്നും ജനങ്ങൾക്ക് മുന്നിൽ ഒരാളുണ്ട് എന്ന് പറയുന്ന ധൈര്യം നമുക്ക് തന്നത് VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് ആ മുദ്രാവാക്യം, ഇന്ന് ഞാൻ വിളിച്ച ആ മുദ്രാവാക്യം ഇന്ന് പല പേപ്പറുകളുടെ തലക്കെട്ടായി വരുന്നു, പല ആളുകൾ അത് ഏറ്റെടുത്ത് മുദ്രാവാക്യം വിളിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും VS എന്ന് പറയുന്ന മഹാമനുഷ്യന് ജനം കൊടുത്ത അംഗീകാരമാണ് ആ മുദ്രാവാക്യം. എന്റെ മാത്രമല്ല, ലോകത്തിന് ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥ ലോകത്തിന്റെ മാത്രം ആയി മാറുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ വിളിച്ചു എന്നേ ഉള്ളൂ. തുടക്കത്തിൽ ഞാനാണ് കൊണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇന്ന് VS അങ്ങനെ വിളിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ മഹാൻ VS ആണ്, ഞങ്ങൾ ആരുമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുകയും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായിരിക്കുകയും ചെയ്തപ്പോൾ മലമ്പുഴയിൽ വന്ന VSനെ നേരിൽ കാണാൻ കഴിഞ്ഞെന്നും ജിജിൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പരശുരാമ വിജയം കഥയിൽ നങ്ങ്യാർകൂത്ത് അരങ്ങിലെത്തി. പൈങ്കുളം രാമചാക്യാർ അനുസ്മരണവും ഉണ്ടായിരുന്നു. പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വിശേഷ പരിപാടികളും പ്രഭാഷണവും നടക്കുന്നുണ്ട്. 6ാം ദിനത്തിൽ പരശുരാമ വിജയം എന്ന കഥയിൽ നങ്ങ്യാർകൂത്ത് അരങ്ങിലെത്തി. കലാമണ്ഡലം സംഗീത കൂത്ത് അവതരിപ്പിച്ചു. അവതരണത്തിന് മുമ്പ് പൈങ്കുളം രാമചാക്യാർ അനുസ്മരണം നടന്നു. ഡോക്ടർ CM നീലകണ്ഠൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇത് മാനുഷികമായ ഐക്യത്തിൻ്റെയും ദീർഘദർശനത്തിൻ്റെയും ക്ലേശം അനുഭവിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ടും വരുന്നതാണ്. കൂടിയാട്ടത്തെ സംബന്ധിച്ച് ഇത് മുഴുവൻ ഇന്നത്തെ അനന്തര തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത മഹാനാണ് ഈ ചിത്രത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ നമ്മുടെ ഇന്ന് സ്മരണയ്ക്ക് കാരണഭൂതനായിട്ടുള്ള പൈങ്കുളം രാമചാക്യാർ. ഒരു 15 മിനിറ്റ് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ചില സൂചനകൾ മാത്രം തരാനേ സാധിക്കൂ. നിരവധി പേർ നങ്ങ്യാർകൂത്ത് ആസ്വദിക്കാനെത്തിയിരുന്നു. നേരത്തെ പ്രഭാഷണവും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശബരിമല സന്നിധാനത്തിൽ തുടർച്ചയായി 10 വർഷത്തിലേറെ പഞ്ചവാദ്യ സേവ നടത്തിവരികയാണ് കൈലിയാട്ടെ പഞ്ചവാദ്യ സംഘം. ഇത്തവണ 41 കലാകാരന്മാർ അണിനിരന്ന മേജർ സെറ്റ് പഞ്ചവാദ്യമാണ് അരങ്ങേറിയത്. കൈലിയാട്ടെ പഞ്ചവാദ്യ സംഘം കഴിഞ്ഞ 10 വർഷത്തിലധികമായി സന്നിധാനത്ത് പഞ്ചവാദ്യ സേവ നടത്തിവരുന്നുണ്ട്. കൈലിയാട് ബാലകൃഷ്ണനും ശിഷ്യന്മാരും തുടങ്ങിവെച്ച വാദ്യാർച്ചനയാണ് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ മുടങ്ങാതെ നടത്തിപ്പോരുന്നത്. ഈ വർഷത്തെ പഞ്ചവാദ്യത്തിൽ തിമിലയിൽ കൈലിയാട് ബാലകൃഷ്ണൻ, കലാമണ്ഡലം രാജേഷ്, പാലപ്പുറം അരുൺ തുടങ്ങിയവരും, മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ, കൈലിയാട് ബാബു, ചെറുപ്പളശ്ശേരി ശിവശങ്കരൻ തുടങ്ങിയവരും, ഇലത്താളത്തിൽ പാലപ്പുറം ഉണ്ണിക്കുട്ടൻ, പാലപ്പുറം രമേശൻ, പാലപ്പുറം സുന്ദരൻ എന്നിവരും, ഇടക്കയിൽ ബിജു കുളപ്പുള്ളി, സുധീപനയൂർ എന്നിവരും, കൊമ്പിൽ എളനാട്
ഗോവിന്ദൻകുട്ടി, കൈലിയാട് രാജേഷ് എന്നിവരും നേതൃത്വം നൽകി. 1.5 മണിക്കൂറിൽ അധിക നേരം 18ാം പടിക്ക് താഴെയാണ് പഞ്ചവാദ്യം അരങ്ങേറിയത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ദർശനത്തിനായി എത്തിയ നിരവധി ഭക്തർ പഞ്ചവാദ്യം ആസ്വദിച്ചു. എല്ലാ വർഷവും കൈലിയാട് പഞ്ചവാദ്യ സംഘം നടത്തുന്ന വാദ്യാർച്ചനയ്ക്ക് സൗകര്യം ചെയ്തു നൽകുന്ന ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന അധികാരികളോടും നന്ദിയുണ്ടെന്ന് കൊമ്പ് കലാകാരനും സംഘാടകനുമായ കൈലിയാട് രാജേഷ് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ വന്നിട്ട് പഞ്ചവാദ്യം കൊട്ടിട്ട് തിരിച്ച് ഇറങ്ങി പോകുമ്പോൾ. അതിന് ഞങ്ങളുടെ കൂടെ കൈലിയാട് പഞ്ചവാദ്യ സംഘം എന്ന പേരിലാണ് ഇവിടെ കൊട്ടാൻ വേണ്ടി വരുന്ന ടീം സെറ്റ് ചെയ്യുന്നത്. ഇത് കൈലിയാടുള്ളവരല്ല, പല ഭാഗത്തുള്ളവർ സഹകരിക്കാറുണ്ട്. എങ്കിലും അതിന് വന്നു കഴിഞ്ഞാൽ ഒരു 10-40 പേര് ചുരുങ്ങിയത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ വരുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്ക് വേണ്ടുന്ന നല്ല സഹകരണം അവിടെ ചെയ്തു തരാറുണ്ട്. വേണ്ടുന്നതായ 2-3 കൊല്ലം മുമ്പൊക്കെ ക്ഷേത്രത്തിനോട് ചേർന്ന ഗണപതി അമ്പലത്തിന് മുന്നിലൊക്കെയാണ് പഞ്ചവാദ്യം കൊട്ടിയാറുണ്ട്. ഇപ്പോൾ അതിനുള്ള അനുമതി അവിടെ നിന്ന് ഇന്ത്യ ഹൈക്കോടതി വിധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും 18ാം പടിക്ക് താഴെയിലും കൊട്ടാനുള്ള ഒരു അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അതിന് സൗകര്യങ്ങൾ ചെയ്തു തന്നുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ മറ്റു ഉദ്യോഗസ്ഥന്മാർ എല്ലാവരോടും ഞാൻ കൈലിയാട് പഞ്ചവാദ്യ സംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ കർക്കടക വാവു ബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5000-ലധികം വരുന്ന ആളുകൾക്കാണ് ഇവിടെ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി കൊരട്ടിക്കര മന രാമൻ തിരുമേനി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാനേജർ MA രാജു, ഓഫീസ് മാനേജർ N സുരേഷ്, ആചാര്യൻ മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തി പങ്ങാവ് ശിവക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം 24-ാം തീയതി വ്യാഴാഴ്ച കാലത്ത് 3 മണിക്ക് തന്നെ ആരംഭിക്കുന്നു. ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സൗകര്യങ്ങൾ, ഏകദേശം 5000-ൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പിതൃതർപ്പണ കർമ്മം നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത്. 2 ബലിത്തറകളായി ഏകദേശം ഒരേ സമയം 2 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ 500 പേർക്ക് ഒരേ സമയം ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ശ്രീ ആചാര്യൻ ശ്രീ മണികണ്ഠൻ, അതുപോലെ ശ്രീ MK അജിത് കുമാർ എന്നീ 2 ആചാര്യന്മാരുടെ കീഴിലാണ് നമ്മൾ ബലിതർപ്പണ കർമ്മം ആരംഭിക്കുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി പരീക്ഷണത്തിനിറങ്ങിയിരിക്കുകയാണ് കോട്ടായിലെ ഒരു കർഷകൻ. കരിയംകോട് ആലഞ്ചൂട് സ്വദേശി ജയപ്രകാശാണ് പരമ്പരാഗത കൃഷിക്ക് പകരം ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ചുവടുമാറിയത്. പന്നിശല്യത്തെ തുടർന്ന് നെൽകൃഷി നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞതെന്ന് കർഷകനായ ജയപ്രകാശൻ പറയുന്നു. ഓണവിപണിയിൽ ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കോട്ടായിലെ ഒരു കർഷകൻ. കരിയങ്കോട് ആലഞ്ചുവട് ഉഷസിലെ ജയപ്രകാശാണ് പരമ്പരാഗത കൃഷിക്ക് പകരം ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ചുവടുമാറിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 20 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇത് വിജയിച്ചാൽ അടുത്ത തവണ പൂക്കൃഷി വ്യാപിപ്പിക്കാനാണ് പദ്ധതി. തൈ നട്ട് 45 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ പാകമാകുമെന്നാണ് പറയുന്നത്. നെൽകൃഷിയും കിഴങ്ങ് കൃഷിയും ഇറക്കി നഷ്ടത്തിലായതും പന്നിശല്യത്താൽ വലഞ്ഞതിനുമാണ് പൂക്കൃഷി പരീക്ഷണത്തിലേക്ക് തിരിഞ്ഞതെന്നും നെൽകൃഷിയെ അപേക്ഷിച്ച് പണി കുറവാണെങ്കിലും ചെണ്ടുമല്ലി കൃഷിക്ക് നല്ല പരിചരണം ആവശ്യമാണെന്നും വളപ്രയോഗം യഥാസമയം നടത്തേണ്ടതുണ്ടെന്നും ജയപ്രകാശ് പറഞ്ഞു.
ആലഞ്ചൂട്ടിലെ വള്ളിക്കോട് വാഴമ്പളം പാടശേഖരത്തിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. നഴ്സറി നടത്തുന്ന ജയപ്രകാശ് ബാംഗ്ലൂരിൽ നിന്ന് മുന്തിയ തരം ചെണ്ടുമല്ലി വിത്ത് എത്തിച്ചാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പിഞ്ചുബാലൻ നിർവേദിന്റെ ജീവൻ രക്ഷിക്കാൻ നാട് ഒന്നടങ്കം കൈകോർത്തത് വിജയത്തിലേക്ക്. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായ പിഞ്ചുബാലൻ 3 വയസ്സുള്ള നിർവേദിനെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പറളി ഓടന്നൂർ വലിയ പറമ്പിൽ ഗോവിന്ദൻകുട്ടി നിത്യ ദമ്പതികളുടെ മകനാണ് നിർവേദ്. മകന്റെ ജീവൻ നിലനിർത്താൻ പെടാപ്പാട് പെടുകയാണ് ഇവർ. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയോളം ചെലവ് വരും. നിർധന കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഓടന്നൂർ വലിയ പറമ്പ് ഹോളി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായി ബക്കറ്റ് പിരിവ് നടത്തി. ഇതിലൂടെ സമാഹരിച്ച തുക കീഴത്തൂർ മസ്ജിദ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് KUM താജുദ്ദീൻ മാസ്റ്റർ നിർവേദിന്റെ കുടുംബത്തിന് കൈമാറി. ചേങ്ങോട് പ്രദേശത്ത് നടന്ന തുക കൈമാറൽ ചടങ്ങിൽ ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളായ വാസുദേവൻ മാടമ്പത്ത്, KR രമേശ്, മങ്കര കിഷോർ സ്വാമി, ക്ലബ്ബ് രക്ഷാധികാരി VAM യൂസഫ് മാസ്റ്റർ, ഓടന്നൂർ മസ്ജിദ് ട്രഷറർ VP സുലൈമാൻ, മുജീബ് റഹ്മാൻ, VK യൂസഫ്, ക്ലബ്ബ് ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. NP ഷാഹുൽ ഹമീദ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിള്ളിമംഗലം മുതുവടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച 30ഓളം പേർക്ക് പരിക്ക്. 2 ബസുകളിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ 3 പേരുടെ പരിക്ക് ഗുരുതരം. അപകടം ഇന്നലെ വൈകിട്ട് 7 മണിയോടെ. വടക്കാഞ്ചേരിയിൽ മിനറൽ വാട്ടറുമായി പോവുകയായിരുന്ന ലോറി മറിഞ്ഞ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. BMS സ്ഥാപന ദിനം. ഷൊർണൂരിൽ പതാക ദിനം ആചരിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപന ദിന യോഗം. ശബരി ഗിരീശന് കൈലിയാടിന്റെ വാദ്യാർച്ചന. ശബരിമലയിൽ 1 ദശാബ്ദത്തിലേറെയായി പഞ്ചവാദ്യ സേവ നടത്തി കൈലിയാട് പഞ്ചവാദക സംഘം. ഇത്തവണ അരങ്ങേറിയത് 41 കലാകാരന്മാർ അണിനിരന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.